തിരുവനന്തപുരം അലൻ കൊലപാതക കേസിലെ പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നതാണ്. 5 പ്രതികൾ തിരുവനന്തപുരം കോടതിയിൽ കീഴടങ്ങി. തമിഴ്നാട്ടിൽ ഒളിവിലായിരുന്ന പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത് പോലീസ് അറിയാതെയാണ്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, പോലീസ് അറിയാതെ ഇവർ എപ്പോഴാണ് കോടതിയിലേക്ക് എത്തിയത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഇവർ തമിഴ്നാട്ടിലായിരുന്നു എന്നൊക്കെയുള്ള വിവരം വന്നല്ലോ. അനുജ, ഈ പറയുന്ന തലസ്ഥാന നഗരത്തിലാകെ ഞെട്ടലുണ്ടാക്കിയ സംഭവമായിരുന്നു അലൻ കൊലപാതകം. കമ്മീഷൻ ഓഫീസിൽ നിന്ന് കേവലം 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ആ സംഘത്തിൽ കാപ്പ കേസിലെ പ്രതിയടക്കമുള്ള ആളുകൾ ഉണ്ടാവുകയും അതിൽ ഈ സമവായ ചർച്ചയ്ക്ക് വന്ന അലൻ എന്ന് പറയപ്പെടുന്ന 19 വയസ്സുകാരനെ നെഞ്ചിൽ ഒരൊറ്റ കുത്തുകുത്തി കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ 2 പേരെ പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. അതിൽ ഒരാൾ ഗുണ്ടാ റൌഡി ലിസ്റ്റിൽപ്പെട്ട ഒരാളായിരുന്നു. മറ്റൊരാളെയും കസ്റ്റഡി എടുത്തു. എന്നാൽ ഈ അലനെ കുത്തിയതടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട 1 മുതൽ 5 വരെയുള്ള പ്രതികൾ തമിഴ്നാട്ടിൽ ഒളിവിലാണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ഭാഷ്യം. എന്നാൽ അല്പസമയം മുൻപ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പ്രതികൾ നാടകീയമായി കീഴടങ്ങിയത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. കോടതിയാണ് ഈ സറണ്ടർ വിവരം പോലീസിനെ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനം. പ്രതികളായിട്ടുള്ള അഭിജിത്ത്, കിരൺ, അജിത്ത്, അഖിൽലാൽ, നന്ദു എന്നിവരാണ് ഈ തലസ്ഥാനത്തെ ക്രിമിനൽ അഭിഭാഷകരായിട്ടുള്ള ഷോജി, അതേപോലെ BS റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കോടതിയിലെത്തി കീഴടങ്ങിയത്. ഇനിയിപ്പോൾ പോലീസിന് ഇവരെ കോടതി വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇവരെ റിമാൻഡ് ചെയ്യും. ശേഷം പോലീസിന് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാം. ഏതായാലും ഈ സംഭവം തന്നെ, അതായത് 2 ഫുട്ബോൾ ടീമുകൾ തമ്മിലുണ്ടായ തർക്കമായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. 1.5 മാസമായി നടന്ന തർക്കം, അത് പോലീസ് അറിഞ്ഞില്ല എന്നതിനപ്പുറത്തേക്ക് ഈ കൊലപാതകവും പോലീസ് അറിഞ്ഞില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒളിവിലായിരുന്ന പ്രതികൾ പോലീസിന്റെ മൂക്കിൻ തുമ്പിൽ വന്ന് കീഴടങ്ങിയതും തലസ്ഥാന നഗരത്തിലെ പോലീസ് അറിഞ്ഞില്ല എന്നുള്ള നാണക്കേടിലാണ് പോലീസ് ഉള്ളത്. അനുജ, ഇതിൽ ഷഫീദ്, ഇപ്പോൾ ഈ കീഴടങ്ങിയ പ്രതികളുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? മുഖ്യപ്രതി ഉൾപ്പെടെയല്ലേ കീഴടങ്ങിയത്? അനുജ, നിലവിൽ ഇപ്പോൾ ഈ മുഖ്യപ്രതി ഉൾപ്പെടെ 5 പ്രതികൾ അവർ തമിഴ്നാട്ടിൽ ഒളിവിലായിരുന്നു ഈ സംഭവത്തിന് ശേഷം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.